കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്നത് വിനോദിനി കോടിയേരി ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നേരെ പരോക്ഷ വിമർശനം ഉയർത്തിയതിലൂടെ കോടിയേരി ഉള്ളപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, കോടിയേരി ഇല്ലാതായപ്പോൾ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി പറയുന്നു. കോടിയേരിയുടെ മരണശേഷം CPMന്റെ ഉന്നത നേതൃത്വത്തിൽ നിന്നും നേരിട്ടത് ക്രൂരമായ അവഗണനയാണെന്ന് വിനോദിനി. നേതാക്കൾ കുടുംബത്തെ തിരിഞ്ഞുപോലും നോക്കിയില്ല. കേരളത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന PB അംഗം ആവശ്യത്തിന് വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല എന്നും വിനോദിനി കോടിയേരി ആരോപിക്കുന്നു. 4 വർഷത്തിനിടെ ഒരിക്കൽ പോലും കുടുംബത്തിന് സുഖമാണോ എന്ന് അന്വേഷിച്ചിട്ടില്ല. പച്ചക്കുതിര എന്ന മാസികയിൽ ഒരു അഭിമുഖത്തിലാണ് വിനോദിനി കോടിയേരിയുടെ തുറന്ന പറച്ചിൽ. അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ, കോടിയേരി ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും അവർക്ക് ചുറ്റും എന്ത് വേണം എന്നുള്ള ഒരു രീതിയിൽ നിന്ന ഒരു കാലഘട്ടമാണ് വിനോദിനി കോടിയേരിക്ക് ഓർമ്മിക്കാനുള്ളത്. അതിനെ തുടർന്ന് അദ്ദേഹം ഇല്ലാതായപ്പോൾ കുടുംബത്തെ തികച്ചും അവഗണിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളും നിലപാടുകളുമാണ് നേതൃത്വത്തിൽ നിന്നുണ്ടായത്. CPIMന്റെ ഉന്നത നേതൃത്വം അവഗണിക്കുന്നു എന്ന് വിനോദിനി പറയുന്നു. കോടിയേരി മരിച്ച ശേഷം കുടുംബത്തെ തിരിഞ്ഞു പോലും നോക്കിയില്ല, ആവശ്യത്തിന് പോലും ഫോൺ എടുക്കില്ല, എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ പറയാനായിരിക്കും ധരിക്കുക എന്നാണ് വിനോദിനി പറയുന്നത്. ഒരിക്കൽ പോലും കുടുംബത്തിന് സുഖമാണോ ഓക്കെയാണോ എന്ന് അന്വേഷിച്ചിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ മരണവും സംസ്കാരവും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. ഉദ്ദേശിക്കുന്ന തരത്തിൽ നേതൃത്വത്തിൽ നിന്ന് ആരും ബന്ധപ്പെട്ടിട്ടില്ല. നീ ഓക്കെയാണോ, ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന് വിനോദിനി അഭിമുഖത്തിൽ പറയുന്നു. പിണറായി വിജയൻ വിളിച്ചാൽ ഫോൺ എടുക്കുകയും തിരിച്ചു വിളിക്കുകയും ചെയ്യും. താൻ പറയുന്നത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കുറിച്ചാണെന്നും വിനോദിനി വ്യക്തമാക്കുന്നുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷം പാർട്ടി നേതൃത്വത്തിന്റെ സമീപനം എങ്ങനെയായിരുന്നു എന്ന ചോദ്യത്തോടായിരുന്നു വിനോദിനിയുടെ മറുപടി. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം തന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഓരോ സഖാക്കന്മാരോടും, അത് കോടിയേരി ആയാലും അതുപോലെ മറ്റ് ആരായാലും, അവരോട് അല്ലെങ്കിൽ അവരോടുള്ള ആ ഒരു സ്നേഹം അവരുടെ കുടുംബാംഗങ്ങളോടും അദ്ദേഹം കാണിക്കുന്നു എന്നത് തന്നെയാണ് വിനോദിനിയുടെ ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കേണ്ടത്. പിണറായി വിജയനെ വിളിച്ചാൽ അദ്ദേഹം തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ ഫോൺ എടുത്തില്ലെങ്കിൽ തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ ഫോൺ എടുത്ത് എന്താണ് എന്ന് ചോദിക്കും. അത്ര പോലുമുള്ള ഒരു പരിഗണന MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നാണ് വിനോദിനി പറയുന്നത്. വിനോദിനി ഉദ്ദേശിക്കുന്ന ആ ഉന്നത നേതാവ് MV ഗോവിന്ദൻ തന്നെയാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. ശരിക്കും ഒരു സഖാവ് എന്ന് പറയുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ ഭരണത്തിലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ സഖാവ് എന്ന് പറയുമ്പോൾ അവരുടെ നിലപാടുകളിൽ അവർ ശരിക്കും ചുറ്റുമുള്ളവരെ കരുതുന്നവരാണ്, ചുറ്റുമുള്ളവരോട് സ്നേഹം പുലർത്തുന്നവരാണ് എന്നൊക്കെയാണ് വിലയിരുത്തലുകൾ. ആ രീതിയിൽ നോക്കുമ്പോൾ സഖാവ് എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാകാത്തവർ, അല്ലെങ്കിൽ അത് അറിയാത്തവരിൽ പലരും സഖാക്കന്മാരായി വിലസുന്നു എന്നതാണ് വിനോദിനിയുടെ ഗോവിന്ദനെതിരെയുള്ള ഈ ഒരു പരാമർശത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അവരവർക്ക് അവരവരേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അതിപ്പോ സഖാക്കന്മാർക്കായാലും അവരുടെ ആ ഒരു നേതൃത്വം കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവർ ഇല്ലാതെയാകുമ്പോൾ അവരെ ആരും ഓർക്കുക പോലുമില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ.